ഹായ് ബഡീസ്. അപ്പം നമ്മൾ ഇന്നൊരു ഗുഹ കാണാൻ വന്നിരിക്കുകയാണ്. ഗുഹ. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് മുകളിൽ പേയാൻ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കാറിന് 20ഉം ബൈക്കിന് 10ഉമാണ്. ചീപ്പ് റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ഥലം കാണാൻ പോയായിരുന്നു. അതുപോലെ തന്നെ ശോകമാണോ ഇതെന്ന് നമുക്ക് നോക്കാം. ബാ. അപ്പം അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ കുറച്ച് സെറ്റപ്പാണ്. ഒരു വലിയ മരമാണ് കേട്ടോ. ഒരു മരത്തിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ കാണുന്നവരല്ല, ക്യാമറ കാണുന്നവരല്ല, അത്യാവശ്യം നല്ല വലിയ മരമാണ്. ഇതൊക്കെ കഷ്ടിച്ച് ഇവിടെ നടന്നു പോകാൻ പറ്റുന്നൊരു സ്പേസാണ്. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റുകളും ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗുഹ. പക്ഷേ കുറച്ച് അങ്ങോട്ടുള്ള കയറ്റം ഇറക്കം കുറച്ച് ടഫാണ്. ഇതാണ് നമ്മളുടെ എൻട്രൻസ് കയറി വന്നിട്ട് ഇവിടെയാണ്. അപ്പോൾ ഗുഹ വരുന്നത് ഇച്ചിരി ഹൈറ്റിലാണ്. സാധാ ഗുഹ പോലെയല്ല ഇവിടുത്തെ ഗുഹ, കുറച്ച് ഹൈറ്റിലാണ്. ഇപ്പം ഇയാൾ നിൽക്കുന്ന മുണ്ടെടുത്ത ചേട്ടൻ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഹൈറ്റിലാണ് ഗുഹ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിന്ന് കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഓടി നടന്നൊന്നും കാണാനില്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. അവിടുന്ന് എൻട്രൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഗുഹ. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ ആണ്. അപ്പോൾ ഒരുപാട് ഓടി നടന്നൊന്നും കാണാൻ ഒറ്റ പ്ലേസിൽ നമുക്ക് നിന്നുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ചുറ്റി കാണാൻ പറ്റുന്നത്. അത്യാവശ്യം വലിയ ഗംഭീരമാണെന്നല്ല, പക്ഷെ അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമുക്ക് എടുത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ മരമാണ്. മരം എന്ന് പറഞ്ഞാൽ കാടിൻ്റെയൊക്കെ നടുക്ക് ഉള്ള ഒരു മരത്തിൻ്റെ ഒരു ഫീലാണ്. ഏറ്റവും ടോപ്പ് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റാണ്. നിൽപ്പിൽ നമ്മൾ മേലെ നോക്കിയാൽ ഇത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്റ്റീവ് സംഭവം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ. കാരണം അവിടെ കയറാനായിട്ട് അവർ ലാഡറോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു കുരങ്ങിനെ പോലെ പിടിച്ച് വേണം കയറാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഹ. അപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട്. റൗണ്ട് ഇറങ്ങി കാണിച്ചു തരാം. ഇതാണ് ഗുഹ. ഇവിടെ വരെ കുഴപ്പമില്ല, ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ കയറി കഴിയുമ്പോൾ തന്നെ തല മുട്ടുന്ന രീതിയിലാണ് സംഭവം. ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്ന കറക്റ്റ് അറിയത്തില്ല. എനിക്ക് എൻ്റെ മൈക്കിൻ്റെ വെട്ടം മാത്രം കാണാം. ഒന്നാമത് നമ്മൾ കറുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ വന്നു കഴിയുമ്പോഴത്തേനും കുഞ്ഞു പോകണം. കുഴപ്പമില്ല, അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ജന്തുക്കളും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ്. വലിയ കുറേ സ്പേസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നതിൽ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വേണ്ടവർക്ക് ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുത്തേക്കാം. മാക്സിമം ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.